ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ബാൽക്കണിയിൽ വന്നിട്ട് വ്യൂവും എൻ്റെ ചെടികളെയൊക്കെ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് റീസൺ അറിയാം. ഞാൻ കുറച്ച് ദിവസം മുന്നേ പുതിയ പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പം അതിനെ വെക്കുന്നതിന് വേണ്ടി സോയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ബാൽക്കണി ഫുള്ള് സോയിൽ നിരത്തിയിട്ടേക്കായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കാനോ ആസ്വദിക്കാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല. സോയിൽ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാകാത്തവർക്ക് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ലോങ് വീഡിയോയിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ മിനി പോണ്ട് ചെയ്തപ്പം എനിക്ക് വന്ന റിക്വസ്റ്റ് ആയിരുന്നു അതിൽ ഗപ്പികളെ ഇടണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഗപ്പികളെ ഇടണമെന്ന് മനസ്സിൽ കരുതി തന്നെയാണ് ഞാൻ ആ മിനി പോണ്ട് ചെയ്തത്. പക്ഷേ ഞാൻ ഇത്രയും ചെറിയ പോട്ടിൽ ആദ്യമായിട്ടാണ് വാട്ടർ ലില്ലി നടുന്നത്. അപ്പം അത് കറക്റ്റ് വേരൊക്കെ പിടിച്ച് സെറ്റാവും എന്നുള്ളൊരു ടെൻഷൻ മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് അപ്പം അതിലോട്ട് ഗപ്പികളെ ഇടാനൊരു മനസ്സ് വന്നില്ല. ഞാൻ കരുതി ആദ്യമേ വേരൊക്കെ പിടിച്ച് പ്ലാന്റ് ഒന്ന് സെറ്റാകട്ടെ. ഇൻ കേസ് പ്ലാന്റ് ചെയ്യുകയോ മറ്റോ ചെയ്താൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. മീനുകളൊക്കെ പറക്കി മാറ്റി അത് അവർക്കും ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും ഭാഗ്യം പോലെ ദൈവം സഹായിച്ച് എൻ്റെ വാട്ടർ ലില്ലി പ്ലാന്റ് നന്നായിട്ട് തന്നെ വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. എനിക്ക് എത്രയും വേഗം മീനുകളെ ഇതിനകത്ത് ഇടണമെന്നായിരുന്നു. എന്തൊരു ഭംഗിയാണല്ലേ, രാവിലെ വന്ന് ഈ ഒരു വെയിലത്ത് ഈ മീനുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ഇനി അടുത്ത എൻ്റെ പരിപാടി എൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കലാണ്. കുറേയധികം ചെടികളും ചട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഓരോന്ന് വേണം ഒഴിക്കാൻ. ബിക്കോസ് ഒരു ചട്ടിയുടെ മുകളിൽ തന്നെ ഒരു 2 ചട്ടിയെങ്കിലും ഉണ്ടാവും. കാരണം ഈ ഒരു സ്പേസ് ലിമിറ്റേഷൻ കാരണം ഇങ്ങനെ എനിക്ക് വെള്ളം ഒഴിക്കലേ നിവർത്തിയുള്ളൂ. അതേപോലെ തന്നെ ഇന്ന് എനിക്കുള്ള ഒരു ടാസ്ക്കാണ് ചെടികൾക്കുള്ള പ്രൂണിങ് ചെയ്യാൻ 2 റീസൺസ് ഉണ്ട്. ഒന്നാമത്തത് എൻ്റെ വിൻക പ്രൂണിങ് ആണ്. ഞാൻ എൻ്റെ വിൻകളൊക്കെ ഒരുപാട് ലെഗിയായിട്ട് പോകാൻ സമ്മതിക്കത്തില്ല. കുറച്ചൊന്ന് വളർന്ന് നീളം വെക്കുമ്പോഴത്തേക്കും ഞാനതിന് ഒരു ദയവും ഇല്ലാതെ പ്രൂൺ ചെയ്ത് കളയും. പൂക്കളുണ്ടെങ്കിൽ പോലും പ്രൂൺ ചെയ്യും. കാരണം വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ലെഗിയായിട്ട് വിട്ടാൽ പ്ലാന്റ്സ് ബുഷിയായിട്ട് വളരത്തില്ല. ഈ ബുഷിയായിട്ട് വളർന്നാൽ മാത്രമേ നമ്മുടെ ചെടികളിൽ ഒരുപാട് പൂക്കളും അതേപോലെ നല്ല ഗ്രോത്തും കാണാനും ഒക്കെ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അതേപോലെ തന്നെ ഇന്നത്തെ എൻ്റെ സെക്കൻഡ് പ്രൂണിങ് എൻ്റെ 10 മണി ചെടികളാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഖദീജു, ഞാൻ പറഞ്ഞിരുന്നില്ലേ മുന്നത്തെ വീഡിയോയിൽ ഞാൻ നാട്ടിൽ പോയപ്പം എൻ്റെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിരുന്ന 2 ഫ്രണ്ട്സിനെ പറ്റി. അതിലുള്ളൊരു ഫ്രണ്ടാണ് ഖദീജു. അപ്പം ഖദീജു എൻ്റെ അടുത്ത് കുറച്ച് 10 മണി കട്ടിങ്സ് ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് 10 മണിയും 4 മണിയും 8 മണിയും ഉണ്ട്. അപ്പം അതിൻ്റെ കട്ടിങ്സ് ചോദിച്ചിരുന്നു. അപ്പം എല്ലാ കളേഴ്സിൽ നിന്നും വിത്ത് പൂക്കൾ തന്നെ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാകത്തില്ല ഏതൊക്കെ കൊടുത്തുമില്ല എന്നുള്ളത്. ഈ 10 മണികളാകെ ക്ലസ്റ്റേർഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് പൂക്കളോട് തന്നെയാണ് ഞാൻ എടുത്തെടുത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സും അതേപോലെ ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്നവർ നമ്മളോട് നമ്മളുടെ ചെടികളെ പറ്റി ചോദിക്കുമ്പോഴും അതേപോലെ അതിൻ്റെ കട്ടിങ്സൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുമ്പം എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഹാപ്പിനെസ്സാണ് ഈ ചെടികളും പൂക്കളും എന്നൊക്കെ പറഞ്ഞാൽ. നമുക്ക് ഇത്രയും സമാധാനം തരുന്ന വേറൊരു കാര്യമില്ലെന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാം. ഞാനിതിനെപ്പറ്റി ഇത്രയധികം വാചാലയാവാൻ ഒരു റീസണും കൂടെ ഉണ്ട്. പണ്ട് ഞങ്ങൾക്കൊരു നെയ്ബർ ആൻറ്റി ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ വീട്ടിൽ വരും. വന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെടികളെല്ലാം ഒടിച്ചുകൊണ്ട് പോകും. എന്നാൽ തിരിച്ച് നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു ചെടി നമുക്ക് ചോദിക്കാൻ പോലും മനസ്സിൽ തരത്തില്ല. ബിക്കോസ് ആൻറ്റിക്ക് നമ്മൾ കാണുമ്പോഴേ ടെൻഷനാണ്. അയ്യോ വന്ന ചെടികളൊക്കെ ചോദിക്കുമോ അങ്ങനെ. അപ്പം നമുക്ക് ആ മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് തരാൻ മനസ്സിലാന്ന്. അതുകൊണ്ട് നമ്മളത് ചോദിക്കാറുമില്ല. ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം.